Definition of tort. The word tort has been derived from the Latin term tortum, which means to twist. എന്ന് വെച്ചാൽ ഈ ടോട്ട് എന്ന വേർഡ് ഒരു ലാറ്റിൻ ഭാഷയിലെ ടോട്ടം എന്ന വേർഡിൽ നിന്നാണ് വന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ വളഞ്ഞതെന്നാണ്, അതായത് നേരെയല്ലാത്തത്. Etymologically, the word tort signifies a crooked act or a wrongful act. ഈ വേർഡ് നിയമത്തിൽ തെറ്റായ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ അന്യായമായ ഒരു പ്രവൃത്തിയോ സൂചിപ്പിക്കുന്നു. The word tort implies a conduct which is not lawful or straight but twist, crooked or unlawful. അതായത് ടോട്ട് എന്നത് നിയമപരമായി ശരിയായതല്ലാത്ത തെറ്റായ പ്രവൃത്തിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇറ്റ് മീൻസ് എ ലീഗൽ റോങ് ഓർ ആൻ അൺലോഫുൾ ആക്ട്. ഇതിൻ്റെ മീനിങ് ഒരു നിയമവിരുദ്ധ പ്രവൃത്തി അല്ലെങ്കിൽ തെറ്റ് എന്നതാണ്. Several authorities have defined the term tort. The following definition given by authorities on this subject are noteworthy. അതായത് കുറേ ആൾക്കാർ ടോർട്ടിനെ പല രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ 3 പേരാണ് സാൽമണ്ട്, ഫ്രൈസർ, വിൻഫീൽഡ്. അത് സാൽമണ്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് വെച്ചാൽ തോട്ട് ഇസ് എ സിവിൽ റോങ് ഫോർ വിച്ച് ദ റെമഡി ഇസ് ആൻ ആക്ഷൻ ഫോർ ഡാമേജസ് ആൻഡ് വിച്ച് ഇസ് നോട്ട് എക്സ്ക്ലൂസീവ്ലി ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഓർ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഓർ മേർലി ഇക്വിറ്റബിൾ ഒബ്ലിഗേഷൻ. അതായത് സാൽമണ്ട് പറയുന്നത് ടോട്ട് ഒരു സിവിൽ റോങ് ആണ്, അതിനായി നമുക്ക് കോമ്പൻസേഷൻ ആവശ്യപ്പെടാം. ഇത് കരാർ ലംഘനവുമല്ല വിശ്വാസ ലംഘനവുമല്ല. ഇതാണ് സാൽമണ്ട് പറയുന്നത്. അടുത്ത ഫ്രൈസറിൻ്റെ ഡെഫിനിഷൻ. ഫ്രൈസർ പറയുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് ഓഫ് എ റൈറ്റ് ഇൻ റെം ഓഫ് എ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ഗിവിങ് എ റൈറ്റ് ഓഫ് കോമ്പൻസേഷൻ അറ്റ് ദ സ്യൂട്ട് ഓഫ് ദ ഇൻജേർഡ് പാർട്ടി. അതായത് ഫ്രൈസർ പറയുന്നത് നമ്മുടെ ടോട്ട് എന്നത് ഒരു പേഴ്സൻ്റെ റൈറ്റ്, അതായത് അയാളുടെ അവകാശം ലംഘിക്കുന്നതാണ്. അതിനെ നമുക്ക് കോമ്പൻസേഷൻ ആവശ്യപ്പെടാം. അതാണ് ഫ്രൈസർ പറയുന്നത്. In Section 2 Subclause M of the Limitation Act 1963, tort means a civil wrong which is not exclusively a breach of contract or breach of trust. ഈ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ടോട്ട് എന്നത് ഒരു സിവിൽ റോങ് ആണ്. അത് കരാർ ലംഘിച്ചതോ വിശ്വാസം തകർത്തതോ മാത്രമല്ല. അടുത്തത് വിൻഫീൽഡിൻ്റെ ഡെഫിനിഷൻ. Tort's liability arises from the breach of a duty primarily fixed by the law. This duty is towards persons generally and its breach is redressable by an action for unliquidated damages. എന്ന് വെച്ചാൽ ടോട്ട് എന്നത് ഒരാളുടെ ഡ്യൂട്ടി അയാൾ പാലിക്കാതിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. പിന്നെ അതിൽ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ആ ഡ്യൂട്ടി നിയമം അനുസരിച്ചിട്ടുള്ള ഡ്യൂട്ടി ആയിരിക്കണം. ഈ ഡ്യൂട്ടി വ്യക്തികളെ അല്ല ഉദ്ദേശിക്കുന്നത്, അവർ പൊതുവായി എല്ലാവരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഒരാൾ അയാളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കുവാണെങ്കിൽ കോമ്പൻസേഷൻ കോർട്ട് വിധിക്കും. അത് എത്ര രൂപ കൊടുക്കണമെന്നുൾപ്പെടെ കോടതിയാണ് തീരുമാനിക്കുന്നത്. അടുത്തത് ടോട്ടിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ്. ഇതിൽ ടോട്ടിൻ്റെ 6 എസെൻഷ്യൽ ഫീച്ചേഴ്സാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ പറയുന്നത് എ ടോട്ട് ഇസ് എ സിവിൽ റോങ്. ടോട്ട് എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമല്ലാതെ, അതെന്ന് വെച്ചാൽ വ്യക്തികളുടെ ഇടയിൽ നടക്കുന്ന നിയമലംഘനമാണ് ടോട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ദ ടോർട്ട്സ് ലയബിലിറ്റി അറൈസസ് ഫ്രം ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി. നിയമം നിർദ്ദേശിച്ച ഡ്യൂട്ടി ഒരാൾ പാലിക്കാതെ പോയാൽ ടോട്ടുണ്ടാകും. അടുത്ത മൂന്നാമത്തെ ദ ഡ്യൂട്ടി ഷുഡ് ബി വൺ ഇമ്പോസ്ഡ് ബൈ ദ ലോ. ആ ഡ്യൂട്ടി നിയമം തന്നെയാണ് നൽകേണ്ടത് വ്യക്തികൾക്ക്. അത് വ്യക്തികളിലൂടെയുള്ള ഒരു എഗ്രിമെൻ്റാണ്. അടുത്തത് ദ ഡ്യൂട്ടി മസ്റ്റ് ബി ടുവേർഡ്സ് പേഴ്സൺ ജനറലി. ആ ഡ്യൂട്ടി ഒരാളെ മാത്രമല്ല പൊതുവായ ആളുകളോടായിരിക്കും ആ ഡ്യൂട്ടി. അല്ലാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല ആ ഡ്യൂട്ടി കൊടുക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവരെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ആ ഡ്യൂട്ടി കൊടുക്കുന്നത്. അടുത്തത് ദ ടോർട്ട്സ് ലയബിലിറ്റി വുഡ് നോട്ട് അറൈസ് ഫ്രം ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട്, breach of a trust or breach of an equitable obligation. കരാർ ലംഘനം, പിന്നെ ട്രസ്റ്റ്, അതായത് നമ്മുടെ ട്രസ്റ്റ് ലംഘിക്കുക അല്ലെങ്കിൽ ഒത്തുതീർപ്പുകൾ ലംഘിക്കുക. അതായത് നമ്മൾ 2 ആൾക്കാർ തമ്മിലുള്ളൊരു
കോൺട്രാക്റ്റ് അല്ലെങ്കിൽ എഗ്രിമെൻ്റ് അതൊക്കെ ലംഘിക്കുക, അതൊക്കെ ടോട്ടായി കാണിക്കത്തില്ല, അത് ടോട്ടായിട്ട് കാണിക്കാറില്ല. The remedy for the person aggrieved by a tort is that of unliquidated damages, that is the court will assess the amount of compensation. കോമ്പൻസേഷൻ തുക മുൻകൂട്ടി നിർദ്ദേശിക്കത്തില്ല, അത് കോടതിയാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് കോടതിയാണ് അതിൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്നത്. അടുത്തത്, ടോട്ട് ഈസ് എ സിവിൽ റോങ് ആൻഡ് ദ ഇൻജേർഡ് പാർട്ടി ക്യാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എ സിവിൽ പ്രൊസീഡിങ്, ഒരു സ്യൂട്ട് ഫയൽ ചെയ്യാം എഗെയിൻസ്റ്റ് ദ റോങ് ഡുവർ, അതായത് ടോട്ട് ഫീസർക്കെതിരെ നമുക്കാണെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്യാം ആൻഡ് ക്ലെയിം അൺലിക്വിഡേറ്റഡ് ഡാമേജസ്. When a claim for unliquidated damages is made, the court will assess the amount of compensation. എന്ന് പറയുമ്പം ടോട്ട് എന്നത് ഒരു സിവിൽ റോങ്ങാണ്, അറിയാമല്ലോ എല്ലാവർക്കും, ഞാൻ കുറേ നേരിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ തെറ്റിലൂടെ ബാധിക്കപ്പെട്ട വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം നമ്മൾ കോടതിയിൽ ഈ കേസുമായിട്ട് പോകണം. ഏത് കോടതി? സിവിൽ കോർട്ടിൽ. അപ്പം പോകുമ്പോൾ കോടതിയിൽ കോമ്പൻസേഷൻ നമ്മൾ ആവശ്യപ്പെടണം. അപ്പോൾ കോമ്പൻസേഷൻ എമൗണ്ട് എത്രയെന്ന് കോർട്ട് തീരുമാനിക്കും. എന്നിട്ട് കോടതി സ്യൂട്ട് ഫയൽ ചെയ്ത ആൾക്ക് അപ്പം കോമ്പൻസേഷൻ അയാൾക്ക് പറയും. അപ്പം ഈ ടോട്ട് ഫീസർ ആ കോമ്പൻസേഷൻ കൊടുക്കണം. ഇത്രയാണ് ഡെഫിനിഷൻ ഓഫ് ടോട്ട് എന്ന് പറയുന്നത്.